ഈ സംഭവം എന്ന് അറിയുന്നില്ല. നമ്മുടെ അഞ്ജലിയുടെ വലങ്കണ്ണ് തുടിച്ചത് വെറുതെ അല്ല കേട്ടോ. അപ്പോൾ വലിയൊരു ആപത്ത് നമ്മുടെ അഞ്ജലിക്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അഞ്ജലി നടന്നു വരുന്ന സമയത്ത് വളരെ കലിപ്പായിട്ട് ശ്യാമളാമ്മ ഇറങ്ങി വരികയാണ്. എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്യാമളാമ്മ ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്ന് ചെയ്തു വെക്കും കേട്ടോ. ഒരിക്കൽ പോലും അഞ്ജലിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൂടെ ഈ ശ്യാമളാമ്മയ്ക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. പത്മയെ പോയി കണ്ടതിന് ശേഷം നമ്മുടെ പത്മ സുരക്ഷിതയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ അഞ്ജലിയും അർജുനും തിരിച്ചെത്തുകയാണ്. നമുക്കറിയാം, അഞ്ജലിയുടെ സ്കൂട്ടർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് രാജീവും നമ്മുടെ അർജുനും അഞ്ജലിയും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. വളരെ ടയേർഡാണ് കേട്ടോ നമ്മുടെ അഞ്ജലിയും അർജുനും. കാരണം നമുക്കറിയാം, തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് നമ്മുടെ പത്മ ഇപ്പോൾ ഉള്ളത്, ഒരു മഠത്തിലാണ് ഉള്ളത്. ഒരു 1 വീക്ക് കൂടി അവിടെ മഠത്തിൽ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് സുപ്പീരിയർ മദറിനോട് നമ്മുടെ അഞ്ജലി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 1 വീക്ക് കൂടി പത്മേനെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. തൽക്കാലം പത്മയുടെ സുരക്ഷയ്ക്ക് അത് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ അഞ്ജലി അത് ചെയ്തത്. എന്താണെങ്കിലും തിരിച്ചെത്തിയതിന് ശേഷം നമ്മുടെ അർജുൻ അഞ്ജലിയോട് പറയുകയാണ്, ഒരു വലിയൊരു മഴ കഴിഞ്ഞതുപോലത്തെ ഫീലാണ് അഞ്ജലി തോന്നുന്നത്. എന്താണെങ്കിലും നമ്മുടെ പത്മ സുരക്ഷിതയാണല്ലോ, നമ്മൾ പോയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഞ്ജലി എന്ന് പറയും. അപ്പോൾ നമ്മുടെ അഞ്ജലി പറയും, രാജീവ് അങ്ങനെ പറയാൻ പറ്റത്തില്ല, എനിക്കെന്തോ ഒരു സുഖമില്ലായ്മ, എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുകയാണ്, എന്തോ വലിയൊരു അപകടം, വീണ്ടും ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുകയാണ് രാജീവ് എന്ന് പറയും. അർജുൻ പറയും, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ പോലീസ് പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടല്ലോ അഞ്ജലി, അപ്പോൾ പിന്നെ നമ്മുടെ പത്മയുടെ കേസിൽ എന്തിനാണ് പേടിക്കുന്നത്? അഞ്ജലി പറയും, അങ്ങനെയല്ല രാജീവ്, എനിക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇത് പോകുന്ന വഴിക്ക് എൻ്റെ വലത് കണ്ണ് തുടിച്ചു, അമ്മയുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ എന്തെങ്കിലും സ്ത്രീകളുടെ വലത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് രാജീവ്. അർജുനപ്പോൾ വളരെ തമാശയോട് പറയും, അങ്ങനെയാണെങ്കിൽ ആണുങ്ങളുടെ ഏത് കണ്ണ് തുടിച്ചാലാണ് പ്രശ്നം ഉണ്ടാകാൻ പോവുക? അഞ്ജലി പറയും, രാജീവ് തമാശയൊക്കെ വിടും, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, എന്തോ ഒരു പ്രശ്നം വരാനായിട്ട് പോവുകയാണ്, എന്തെങ്കിലും ഒക്കെ ആവട്ടെ, എല്ലാം വളരെ പോസിറ്റീവായിട്ട് നടക്കട്ടെ, എന്താണെങ്കിലും നമുക്ക് പത്മയെ കണ്ടെത്താൻ പറ്റിയില്ലോ, അങ്ങനെ ഞാൻ എന്തായാലും പോട്ടെ രാജീവ്, എനിക്ക് ഭയങ്കര ടയേർഡാണ്, ഇപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം കേട്ടോ, അങ്ങനെ പറയാണ്. ഈ ഒരു സമയത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ അമ്പാടി വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്പാടി വിളിക്കുന്നുണ്ട്, പത്മയോടെടാ പത്മയെ കണ്ടോ, അഞ്ജലിക്ക് ഫോൺ കൊടുക്കുക. അഞ്ജലി പറയുന്നത് എനിക്ക് വിശ്വാസമുള്ളൂ. അമ്പാടി അങ്ങനെയൊക്കെ പറയും. പത്മയുടെ കേസ് എന്തായി എന്ന് അറിയാനായിട്ട് ഇങ്ങനെ അമ്പാടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലി അർജുനോട് പറയും, ഇല്ല പേടിക്കണ്ട, നീ വളരെ സുരക്ഷിതയാളാ അവള്, നീ ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്പാടിക്ക്. അമ്പാടിയുടെ സന്തോഷം കണ്ട് നമ്മുടെ അഞ്ജലി അർജുനൊക്കെ ഒരുപാട് സന്തോഷത്തിൽ ചിരിക്കും. അഞ്ജലി അങ്ങനെ നമ്മുടെ അർജുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് അഞ്ജലി നിൽക്കും. എന്നിട്ട് നമ്മുടെ അർജുനോട് പറയും, രാജീവ് ശരിയാണ്, നമ്മളെ പത്മയെ കണ്ടെത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ രാജീവ് എനിക്കൊരു വാക്ക് തന്നിരുന്നു, അത് മറന്നുപോയോ? അപ്പോൾ അർജുന് കാര്യം മനസ്സിലായി, എന്താണെന്ന് അറിയാലോ. അങ്ങനെ നമ്മുടെ അർജുനോട് നമ്മുടെ അഞ്ജലി പറയുകയാണ്, രാജീവ് പറഞ്ഞിരുന്നല്ലോ പത്മയെ കണ്ടെത്തുന്നതിന് അടുത്ത ദിവസം തന്നെ രാജീവിൻ്റെ പാരൻസൊക്കെ ആയിട്ട് വരും, വീട്ടിൽ വരും, എന്നെ പെണ്ണ് ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, അത് ചെയ്യില്ലേ? ഇത് കേൾക്കുമ്പോഴത്തേനും അർജുനാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സങ്ങ് ഷോക്കഡായി പോകും. അപ്പോൾ അർജുൻ പറയും, അഞ്ജലി ധൈര്യമായിട്ട് പോകും, ഞാനത് വേണ്ടതൊക്കെ വേണ്ട രീതിയിൽ ചെയ്തോളാം, എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് നടക്കും, അഞ്ജലി എന്തായാലും പൊക്കോളും, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം, അങ്ങനെ സംഭവമൊക്കെ ചെയ്തോളാം എന്നൊരു വാക്ക് പിന്നെയും കൊടുക്കുകയാണ്. അർജുനൊരു ഉറപ്പ് കൊടുക്കുകയാണ് അഞ്ജലിക്ക്. അങ്ങനെ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ അഞ്ജലി തിരിച്ചു പോകും കേട്ടോ. പക്ഷേ താൻ ആദ്യം കൊടുത്ത ആ ഒരു വാക്ക് വലിയൊരു തനിക്ക് തന്നെയുള്ള ഒരു പണിയായി പോയി എന്ന് നമ്മുടെ അർജുന് തോന്നി തുടങ്ങി കേട്ടോ. അപ്പോൾ അർജുനാണെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര, ഞാൻ എങ്ങനെ എൻ്റെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയും കൊണ്ട് അഡ്വക്കേറ്റ് അഞ്ജലിയെ പെണ്ണ് ചോദിക്കാനായിട്ട് എങ്ങനെ എത്തും? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ അവിടെ കൊലപാതകം നടക്കും. ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അർജുൻ. എന്താണെങ്കിലും അർജുൻ ആ ഒരു വാക്ക് കൊടുത്തത് വലിയൊരു പണിയായി പോയി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവായി പോകാമായിരുന്നു. ഇതിപ്പോൾ പത്മയെ കണ്ടെത്തുന്നതിന് അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പാരൻസിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയത് വലിയൊരു കെണിയായിട്ട് സത്യത്തിൽ നമ്മുടെ അർജുൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ് കേട്ടോ. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്ന സീന എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്ന സീന എന്ന് പറയുന്നത് തരകൻ SI ഹരിയെ ഫോൺ വിളിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം
ഈ തരകൻ അറിഞ്ഞിരിക്കുന്നു വേറെ ഒന്നുമില്ല, നമ്മുടെ പത്മ ജീവനോടെ ഉണ്ട് എന്നും തമിഴ്നാട് അതിർത്തിയിൽ ഒരു മഠത്തിലാണ് ഉള്ളത് എന്നും തരകൻ മനസ്സിലാക്കിയിരിക്കുന്നു. അയാൾ ഈ ഒരു കാര്യം പറയാനായിട്ട് രാഘവനെയും ഹരിയെ മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരെയും ഫോണിൽ കിട്ടിയില്ല. അങ്ങനെ ഹരി ഫോൺ എടുക്കും. ഹരി പറയും, എടോ തരക, എന്താടോ വിളിച്ചത്? ഞാൻ കോടതിയിലായിരുന്നു, അതുകൊണ്ട് ഫോണ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, എന്താടോ കാര്യം? അങ്ങനെ ആ തരകൻ പറയുന്നത്, സാർ ഞാൻ ഒരുപാട് തവണ നിങ്ങളെ രണ്ടുപേരെയും രാഘവൻ സാറെയൊക്കെ മാറി മാറി വിളിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് സാറേ ഞാൻ വിളിച്ചത്, പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും കിട്ടിയിട്ടില്ല സാറേ. വലിയൊരു സംഭവമുണ്ട് സാറേ, അത് പറയാനാണ് വിളിച്ചത് സാറേ. പത്മി ഇപ്പോഴും ജീവനോടെയുണ്ട്, ആ ഒരു സംഭവം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു സാറേ. അവൾ തമിഴ്നാട് അതിർത്തിയിൽ ഒരു മഠത്തിലാണ് ഉള്ളത് സാറേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹരി അങ്ങ് ആകെ ഷോക്കഡായി. ഇപ്പം വാട്ട്, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എടോ താനീ പറയുന്നതൊക്കെ സത്യമാണോടോ? അങ്ങനെയാണോ? അവൾ ജീവനോടെ ഉണ്ടോ? തരകൻ പറയും, സാറേ വളരെ ജെന്യുവിനാണ്, സംഭവം സത്യമാണ്, അവളോട് ജീവനോടെ ഉണ്ട് സാറേ, അവൾക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല, അവൾ അവിടെ ഉണ്ട് സാറേ. ഇത് കേൾക്കുമ്പോൾ ഹരിക്കും ആകെ ഭ്രാന്ത് പിടിക്കും. സാറേ അത് മാത്രമല്ല, അവളാണ് പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അഞ്ജലി അവൾ നമ്മൾ ഉദ്ദേശിച്ച വക്കീലൊന്നുമല്ല സാറേ. അവളങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളണ്ട. അവൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്നവളാണ്. അവളവിടെ SP ഓഫീസിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ട് അവൾക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ കൂടി നേടിയെടുത്തു. ഇനി നമുക്ക് അവളെ തൊടാൻ പോലും പത്മയെ പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹരി ആകെ ഷോക്കഡായി പോകും. ഇത് എങ്ങനെ സാധിച്ചു എന്നൊക്കെ ഹരി പറയും. ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണോ, ഞാൻ എന്താണെങ്കിലും രാഘവൻ സാറെ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഹരി ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ രാഘവനെ വിളിക്കുകയാണ്. അപ്പോൾ രാഘവൻ എന്തോ കേസിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഘവൻ ഫോൺ എടുക്കും. ഹരി, ഞാൻ പറഞ്ഞ കാര്യം എന്താ ഇപ്പോൾ നോക്കിയോ, നമ്മൾ സേഫ് അല്ലേ, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഹരി പറയും, സാറേ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ സാറേ വേറൊരു വലിയൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. നമുക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു സാറേ. രാഘവൻ ചോദിക്കുക, അതെന്ത് കാര്യമോട്, താനത് പറ, എന്താണ് കാര്യം, എന്താണ്? ഹരി പറയും, സാറേ ആ പത്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പോൾ പതിവ് പോലെ രാഘവൻ, വാട്ട്, താനീ പറയുന്നത് സത്യമാണോട്? അവൾ എവിടെയാണ് ഉള്ളത്? എങ്ങനെ ഇത് സംഭവിച്ചടോ? ഹരി പറയും, സാറേ അവൾ ജീവനോടെ ഉണ്ട്. നമ്മുടെ SI തരകൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞിരുന്നു. അയാൾ സാറിന് ഒരുപാട് തവണ ഫോൺ വിളിച്ചിരുന്നു, സാറ് ഫോൺ എടുത്തില്ലായിരുന്നു അല്ലേ? അപ്പോൾ അയാളാ പറഞ്ഞത്, കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ് ഞാനിപ്പോൾ ഫോൺ വിളിച്ചത് കൺഫേം ചെയ്തിട്ടുണ്ട്, അവൾ ജീവനോടെ ഉണ്ട് സാറേ. അത് മാത്രമല്ല സാറേ, അവൾക്ക് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കൂടി ലഭിച്ചിരിക്കുകയാണ്. രാവൺ ഇത് കേട്ട് ഷോക്കഡായിപ്പോവും. പോലീസ് പ്രൊട്ടക്ഷനോ? ആ പീറപ്പെണ്ണിന്, അവൾ തന്നെ Z കാറ്റഗറി വരുന്ന ആളാണോ? അങ്ങനെ കോടതി പോകാതെ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടില്ല. പിന്നെ അവൾക്ക് ഇതെങ്ങനെ സാധിച്ചു? അഞ്ജലി ഇത് എങ്ങനെ നേടിയെടുത്തു ഹരി ഇത്? അപ്പോൾ ഹരി പറയും, അതറിയില്ല സാറേ, അവൾ SP ഓഫീസിൽ ഡയറക്റ്റായിട്ട് പോയി എന്തൊക്കെയോ ചെയ്ത്, അവൾ ഇൻ്റലിജൻസ് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പത്മയ്ക്ക് വധഭീഷണി ഉണ്ടെന്ന സംഭവങ്ങളൊക്കെ അവൾക്ക് വളരെ പോസിറ്റീവായിട്ട് കിട്ടി. അതുകൊണ്ട് അവൾ അത് വെച്ചിട്ട് അവൾക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ നേടിയെടുത്തു സാറേ. ഇവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇനി നമുക്ക് പത്മയെ തൊടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ എന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് രാഘവനാകെ ഷോക്കഡായിട്ട് നിൽക്കും. അങ്ങനെ അവർ ഫോൺ കിട്ടി. ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കുറുപ്പ് അറിഞ്ഞിട്ടുണ്ട്. കുറുപ്പും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കുറുപ്പ് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എടോ രാഘവ, ആ പത്മ ജീവനോടെ ഉണ്ടല്ലോടോ, ഞാൻ ഈ അറിഞ്ഞതൊക്കെ സത്യമാണോടോ? അപ്പോൾ രാഘവൻ, അതെ സത്യമാണ്, സംഭവം സത്യമാണ്. അത് മാത്രമല്ല അവൾക്കിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനും കൂടിയുണ്ട്, ഇനി അവളെ തൊടാൻ കൂടി പറ്റത്തില്ല. കുറുപ്പിനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കും. ഇനി എന്ത് ചെയ്യോടോ, അവളെ ഇങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ തീർത്ത് കളയും, അതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. രാഘവൻ പറയും, എടാ മണ്ട, താൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, ഇനി അവളെ തൊടാൻ കൂടി പോകല്ലേ. ഇപ്പം തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഒരു കാര്യം ഏതെങ്കിലും വളരെ പോസിറ്റീവാണെന്ന് ചിന്തിക്കുക. കാരണം അവൾ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി തനിക്ക് നേരെ വരുന്ന അടുത്ത കേസെങ്കിലും ഒഴിവായല്ലോ എന്ന് വിചാരിക്കുക. എന്താണെങ്കിലും കാർത്തിക് കേസിൽ നമുക്ക് നോക്കാം. താൻ കിടന്ന് മണ്ടത്തരം ആപത്തൊന്നും കാട്ടി വെക്കല്ലേ എൻ്റെ കുറുപ്പേ. ഇങ്ങനെ രാഘവൻ കാര്യങ്ങളൊക്കെ പറയും. കുറുപ്പിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായിട്ടാണ് നിൽക്കുന്നത്. ഈ രാഘവനാണ് അങ്ങോട്ട് ഫോൺ വിളിച്ച് പറയുന്നത് കുറുപ്പിനോട്, ഇങ്ങനെ പത്മ ജീവനോടെ ഉണ്ടെന്ന്. ഈ ഒരു വാർത്ത കേൾക്കുന്നതോട് ഷോക്കഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കുറുപ്പ്. അതിനുശേഷമാണ് ഈ ടോക്കൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. എന്താണെങ്കിലും ആ കുറുപ്പാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. വീണ്ടും പത്മയെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ അതിനെ എതിർക്കുകയാണ്. ഒരിക്കലും അങ്ങനെ മണ്ടത്തരം ചെയ്യരുത്, എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം, അങ്ങനത്തെ പരിപാടിക്കൊന്നും മണ്ടത്തരമൊന്നും താൻ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് രാഘവൻ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ വളരെ ടെൻഷൻ അടിച്ചു പോകുന്ന ഒരു കാര്യം കാണുന്നത്. കാരണം നമ്മുടെ അഞ്ജലിയുടെ അച്ഛനും അമ്മയും ആര്യയും അമ്മായിയും എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ അഞ്ജലിയുടെ ആ ഒരു വരവിന് വേണ്ടിയിട്ട്. വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ. അഞ്ജലിയുടെ കഴുത്തിൽ താലിയുണ്ടോ എന്ന് നോക്കണം, ഈ അനുപമ എന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് നോക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് അവർക്ക്. അങ്ങനെ നമ്മുടെ അഞ്ജലി വരികയാണ്. അഞ്ജലി
ഈ സംഭവം എന്ന് അറിയുന്നില്ല. നമ്മുടെ അഞ്ജലിയുടെ വലങ്കണ്ണ് തുടിച്ചത് വെറുതെ അല്ല കേട്ടോ. അപ്പോൾ വലിയൊരു ആപത്ത് നമ്മുടെ അഞ്ജലിക്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അഞ്ജലി നടന്നു വരുന്ന സമയത്ത് വളരെ കലിപ്പായിട്ട് ശ്യാമളാമ്മ ഇറങ്ങി വരികയാണ്. എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്യാമളാമ്മ ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്ന് ചെയ്തു വെക്കും കേട്ടോ. ഒരിക്കൽ പോലും അഞ്ജലിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൂടെ ഈ ശ്യാമളാമ്മയ്ക്ക്? ഒരു അമ്മ എന്ന നിലയ്ക്ക് ഇത് ചെയ്യുന്നത് ശരിയല്ല. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അഞ്ജലിക്ക് തെറ്റ് പറ്റിപ്പോയി, മനുഷ്യർക്ക് തെറ്റ് പറ്റത്തില്ലേ? ഒരു അവസരം കൊടുത്തുകൂടെ നമ്മുടെ അഞ്ജലിക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാനായിട്ട്? അഞ്ജലി അങ്ങ് നടന്നു വരുന്ന സമയത്ത് തന്നെ ശ്യാമളാമ്മ പറയാണ്, നിക്കടി, നീ അകത്തേക്ക് കയറരുത്. ഈ ഒരു വാക്ക് കേട്ട് ഷോക്കഡായിട്ട് നമ്മുടെ അഞ്ജലി നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാത്തിരുന്ന് കാണുക. രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.